ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ 8ാം മത്സരത്തിന് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം തട്ടകമായ കൊച്ചിയിൽ ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഇറങ്ങുകയാണ്. ഇതുവരെ 7 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 1 സമനിലയും 1 തോൽവിയുമായി പോയിന്റ് ടേബിളിൽ 16 പോയിന്റുമായി 2ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 3 കളികളിലും വിജയിക്കാൻ സാധിച്ച ആത്മവിശ്വാസവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിയെ നേരിടാൻ ഒരുങ്ങുന്നത്. നേരിട്ട് ഏറ്റുമുട്ടിയതിൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം. 20 മത്സരങ്ങളാണ് ISLന്റെ ചരിത്രത്തിൽ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിൽ 6 മത്സരങ്ങൾ വീതം വിജയിച്ചാണ് ഇരു ടീമുകളും കട്ടയ്ക്ക് നിൽക്കുന്നത്. 8 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു. ഇനി അവസാന 2 സീസണുകൾ നോക്കുകയാണെങ്കിൽ ആധിപത്യം കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ എന്ന് പറയാം. 2021 ഹോം മാച്ചിലും എവേ മാച്ചിലും 3 ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. 2022 1 വിജയവും 1 സമനിലയുമാണ് ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയിൻ എഫ്സിക്കെതിരെ നേടാൻ സാധിച്ചത്. പറഞ്ഞു വരുമ്പോൾ 2 സീസണുകളായി ചെന്നൈയിൻ എഫ്സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ എഫ്സിക്ക് ഇത് അഭിമാന പോരാട്ടം തന്നെയാണ്. ISLലെ ശക്തരായ ടീമുകളിൽ ഒന്നാണ് ചെന്നൈയിൻ എഫ്സി. എങ്കിലും ഈ സീസണിൽ ഇതുവരെയും തങ്ങളുടെ ഫോമിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. 7 മത്സരങ്ങൾ കളിച്ചപ്പോൾ 2 വിജയം മാത്രമാണ് ചെന്നൈയിൻ എഫ്സിക്ക് നേടാൻ കഴിഞ്ഞത്. 4 മത്സരങ്ങളിൽ തോൽവി എറിഞ്ഞു, 1 മത്സരം സമനിലയിൽ കലാശിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും തീർത്തും തള്ളിക്കളയാൻ സാധിക്കില്ല ഓവൻ കോയലിന്റെ ചെന്നൈയിൻ എഫ്സിയെ. സീസണിന്റെ പകുതി വരെയും തകർന്നടിഞ്ഞു നിന്നിടത്ത് നിന്ന് ഉയർത്തെണീറ്റ് വന്ന ചരിത്രമുണ്ട് ചെന്നൈയിൻ എഫ്സിക്ക്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ ഒന്ന് കരുതി തന്നെ വേണം അംഗത്തിനിറങ്ങാൻ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ലൈനപ്പ് തന്നെയാണ് നിലവിലുള്ളത്. ഒരു മത്സരത്തിലെ സസ്പെൻഷൻ കഴിഞ്ഞ് മുന്നേറ്റ താരം ദിമിത്രിയോസും ഇന്ന് കളത്തിലിറങ്ങും. ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച പ്രതിരോധ താരം ലെസ്കോവിച്ചും പരിക്കുകൾ മാറി ടീമിനൊപ്പമുണ്ട്. ഇന്ന് ലെസ്കോവിച്ചിനും തന്റെ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ഇറങ്ങാൻ സാധിക്കുമെന്ന് കരുതാം. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.